നമസ്കാരം, ധനുസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭരണഘടനയിലുള്ള ചോദ്യങ്ങളാണ് ഇന്ന് വീഡിയോയിലുള്ളത്. 2021 മുതൽ ആവർത്തിക്കുന്ന ചോദ്യങ്ങളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഡിഗ്രി പ്രിലിംസ്, LDC, VFA, ഇപ്പോൾ ഉള്ള WCPO തുടങ്ങിയ തസ്തികൾക്കെല്ലാം തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തുള്ള ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടവയാണ്. നമുക്കതിലേക്ക് നോക്കാം. ചോദ്യങ്ങൾ: ഒന്നാമത്തത്, ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി 1, 2, 3 ശരിയാണ്. 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് മൗലിക കർത്തവ്യങ്ങൾ കൂട്ടിച്ചേർത്തത്. 1977 ജനുവരി 3 മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ഭരണഘടനയുടെ 4A ഭാഗത്താണ് പ്രതിപാദിക്കുന്നത്. മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ 51A ആണെന്ത്? 51A മൗലിക കടമകൾ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വരിക. 51A വരിക. നമ്മുടെ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ, മൗലിക കടമകൾ കൂട്ടിച്ചേർത്ത് എങ്ങനെയാണ്? 42ാം ഭരണഘടനാ ഭേദഗതി വഴിയാണ് കൂട്ടിച്ചേർത്തേക്കുന്നത്, അല്ലേ? അതിന് 4A എന്നുള്ള ഭാഗത്താണ് വന്നിട്ടുള്ളത്. അപ്പോൾ എത്ര മൗലിക കടമകൾ ഇപ്പോൾ ഉണ്ട്? 11 മൗലിക കടമകളാണ് നമുക്കുള്ളത്. 11ാമത്തെ മൗലിക കടമ എങ്ങനെയാണ് വന്നിട്ടുള്ളത്? ഏത് ഭേദഗതി വഴിയാണ്? 86ാം ഭേദഗതി വഴിയാണ്. 2002 86ാം ഭേദഗതി വഴിയാണ് 11ാമത്തെ മൗലിക കടമ നമ്മുടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത്, അല്ലേ? അപ്പോൾ 11 മൗലിക കടമകൾ നമുക്കുണ്ട്. 11ാമത്തെ ഏതാണ്? 86ാം ഭേദഗതി വഴി 2002 നമ്മുടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്താണെന്ത്? 11ാമത്തെ മൗലിക കടമ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണ്? ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ 58. ആർട്ടിക്കിൾ 58. ആർട്ടിക്കിൾ 58 ആണ്. അതായത് ആർട്ടിക്കിൾ 58 വഴിയാണ്, 88 പ്രകാരമാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുവാനുള്ള യോഗ്യതകൾ വിവരിക്കുക. അദ്ദേഹത്തിന് യോഗ്യത എന്തൊക്കെയാണ്? ആർട്ടിക്കിൾ 58 പ്രകാരമാണ് രാഷ്ട്രപതി തിരഞ്ഞെടുക്കാൻ നമുക്ക് അദ്ദേഹത്തിന് യോഗ്യത ഉണ്ടായിരിക്കണം എന്നുള്ള പറയുന്നത്. ആ യോഗ്യത എന്തൊക്കെയാണ്? രാഷ്ട്രപതി ആവാൻ, പ്രസിഡന്റ് ആവാനുള്ള യോഗ്യത എന്തൊക്കെയായിരിക്കണം യോഗ്യത? അദ്ദേഹം ഇന്ത്യൻ പൗരനായിരിക്കണം. രാഷ്ട്രപതി ആകണം അദ്ദേഹം, പ്രസിഡന്റ് ആകണമെങ്കിൽ അദ്ദേഹം എന്തായിരിക്കണം? ഇന്ത്യൻ പൗരനായിരിക്കണം. അടുത്ത 35 വയസ്സ് പൂർത്തിയായിരിക്കണം. പിന്നീടോ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. മറ്റൊന്നുകൂടി, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ കീഴിൽ ആദായകരമായ പദവികൾ വഹിക്കുന്ന വ്യക്തി ആയിരിക്കരുത്. ഒന്നുകൂടി, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ കീഴിൽ ആദായകരമായ പദവി എന്ന് പറയുമ്പോൾ ശമ്പളം പറ്റുന്ന വ്യക്തി ആയിരിക്കരുത്. ഇത്രയും യോഗ്യത ഉണ്ടെങ്കിൽ മാത്രമേ ആർട്ടിക്കിൾ 58 വഴി അദ്ദേഹത്തിന് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യത ഉണ്ടാവുകയുള്ളൂ. ഓക്കെ അല്ലേ? ആർട്ടിക്കിൾ 52 എന്താണ്? ഇന്ത്യക്ക് നമുക്കൊരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന അനുച്ഛേദമാണെന്ത്? 52 എന്ന് പറയുന്നത്. ഇന്ത്യക്കൊരു രാഷ്ട്രപതി വേണം എന്ന അനുച്ഛേദമാണെന്ത്? 52 എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വേണ്ടി യോഗ്യതയെക്കുറിച്ച് പറയുന്നതാണെന്ത്? 58 എന്ന് പറയുന്നത്. 52 രാഷ്ട്രപതി വേണം, ഇന്ത്യക്ക് രാഷ്ട്രപതി വേണം എന്ന് പറയുന്നതാണ് 52 എന്ന് പറയും. ഓർത്തിരിക്കുക. ഓക്കെ. നമ്മുടെ സൈന്യാധിപൻ, അല്ലേ? സർവ്വസൈന്യാധിപൻ ആരാൾ തന്നെയാണ്? ഈ രാഷ്ട്രപതിയാണ് നമ്മുടെ സർവ്വസൈന്യാധിപൻ എന്ന് പറയുക. സർവ്വസൈന്യാധിപൻ, അല്ലേ? രാഷ്ട്രപതിയാണ് സർവ്വസൈന്യാധിപൻ എന്ന് പറയുക. സർവ്വസൈന്യാധിപൻ ആരാണ്? ഈ രാഷ്ട്രപതിയാണ്. അത്രയും കാര്യം അദ്ദേഹത്തെ പറ്റി ഓർത്തിരിക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തെറ്റായ പ്രസ്താവന ഇവിടെ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 3ാമത്തെ തെറ്റായ പ്രസ്താവനയാണ്. ഓക്കെ. തെറ്റായ പ്രസ്താവന 3ാമത്തതാണ്. ഓക്കെ. അപ്പോൾ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് 3 പേർ അടങ്ങുന്നൊരു സമിതിയാണ്. രാഷ്ട്രപതിയാണ്, എൻ്റെ ഒരു ഹാങ് ഓവർ വരത്തില്ല, രാഷ്ട്രപതിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ
നിയമിക്കുന്നത്. രാഷ്ട്രപതിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കില്ലേ. അതായത് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നേതൃത്വം കൊടുക്കുന്നതിന് പറയുന്ന പേരെന്താണ്? കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് പറയുക. അപ്പോൾ അവിടെ പറയുന്നു രാഷ്ട്രപതിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കുന്നത് അല്ലേ. അങ്ങനെ വരുമ്പോൾ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുമ്പോൾ അതിന് പറയുന്ന പേരെന്താണ്? കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് അതിന് പറയുക അല്ലേ. ഓക്കെ, ഇനി രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ, ലോക്സഭ, സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. രാഷ്ട്രപതിക്കും ഉപരാഷ്ട്രപതിക്കും രാജ്യസഭ, ലോക്സഭ, സംസ്ഥാന നിയമസഭ തിരഞ്ഞെടുപ്പുകൾ നടത്താനാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഓക്കെ അല്ലേ. അടുത്തത്, പ്രധാനമന്ത്രി ഉൾപ്പെടെ കേന്ദ്ര മന്ത്രിസഭയുടെ ആകെ അംഗങ്ങളുടെ എണ്ണം ലോക്സഭാ മെമ്പർമാരുടെ 15% നിജപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, 91-ാം ഭരണഘടനാ ഭേദഗതി. 91-ാം ഭരണഘടനാ ഭേദഗതി അല്ലേ, 91 91-ാം ഭേദഗതി എന്ന് പറയുമ്പോൾ മറ്റെന്തുകൂടി നമുക്ക് പറയാം? അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? 91-ാം ഭേദഗതി പഠിച്ചല്ലോ. അപ്പോൾ അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ലക്ഷ്യം 52-ാം ഭേദഗതി പ്രകാരം നിലവിൽ വന്ന കൂറുമാറ്റ നിരോധന നിയമം ശക്തിപ്പെടുത്തുക എന്നതാണ് 91-ന്റെ പ്രധാന ലക്ഷ്യം അല്ലേ. ഇതിലൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 52-ഉം 91-ഉം കണക്റ്റഡ് ആണ്. 52-ാം ഭേദഗതി പ്രകാരം നിലവിൽ വന്ന കൂറുമാറ്റ നിരോധന നിയമം ശക്തിപ്പെടുത്തുക എന്നതാണ് എന്ത്? 91-ന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയാം. ഈ സമയത്തുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? 91-ാം ഭരണഘടനാ ഭേദഗതി നടക്കുമ്പോൾ ഉള്ള നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു അല്ലേ? AB വാജ്പേയി. രാഷ്ട്രപതിയോ? വാജ്പേയി പ്രധാനമന്ത്രി. രാഷ്ട്രപതി ആരായിരുന്നു? APJ അബ്ദുൽ കലാം ആയിരുന്നു രാഷ്ട്രപതി എന്ന് പറയുക അല്ലേ. രാഷ്ട്രപതി എന്ന് പറയുക. അപ്പോൾ നമ്മുടെ കേന്ദ്രത്തിൻ്റെ മന്ത്രിസഭയ്ക്ക് എത്ര മന്ത്രിമാരിൽ കൂടാൻ പാടില്ലെന്ന് പറയുക? 21 മന്ത്രിമാരിൽ കൂടാൻ പാടില്ലെന്നാണ് പറയുക. നമ്മുടെ മന്ത്രിസഭ, കേരളത്തിൻ്റെ മന്ത്രിസഭയ്ക്ക് 21 മന്ത്രിമാരിൽ കൂടാൻ പാടുകയില്ല. എന്നാൽ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിലോ മന്ത്രിമാരുടെ എണ്ണം 12-ൽ കൂടാൻ പാടില്ല. 12 കുറയാൻ പാടില്ല. 12 കുറയാൻ പാടില്ല. കുറയാനാണ് പാടില്ല. ഓക്കെ, 91 എന്ന് പറയുമ്പോൾ 52-ന്റെ കൂറുമാറ്റവുമായി കണക്ട് ചെയ്യണം. അങ്ങനെ 42-ാം ഭേദഗതി നമ്മൾ കണ്ടു അല്ലേ. 44 നമുക്കറിയാം, സ്വത്തവകാശത്തെ സംബന്ധിക്കുന്ന 44-ാം ഭേദഗതി എന്ന് പറയും. സ്വത്തവകാശത്തെ സംബന്ധിക്കുന്നതാണ് 44-ാം ഭേദഗതി. അത് മാത്രമാണോ അവിടെയുള്ളത് അല്ലേ? അത് മാത്രമാണോ ഉള്ളത്? അല്ല. ആ സമയത്ത് ഈ 44-ാം ഭേദഗതി പ്രകാരം പ്രസിഡന്റിനെയും ഗവർണർമാരെയും അഡ്മിനിസ്ട്രേറ്ററുടെയും ഓർഡിനൻസുകൾ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാമെന്നൊരു നിയമം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. 44 നമുക്കറിയാം. ഓക്കെ, ഒരെണ്ണം നമുക്കറിയാം അല്ലേ. അതിൽ സ്വത്തവകാശം മാറ്റി 300A ആർട്ടിക്കിൾ 300A സംഭവം കൊണ്ടുവന്നൊക്കെ നമുക്കറിയാം. അത് നിൽക്കട്ടെ അവിടെ. അതിൻ്റെ കൂടെ മറ്റെന്താ ഉണ്ടായിരുന്നു? 78-ൽ തന്നെ 1978 കേൾക്കുക, 44 ഭേദഗതി പ്രകാരം പ്രസിഡന്റിനെയും ഗവർണറെയും അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ്മാരെയും ഓർഡിനൻസുകൾ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാമെന്ന നിയമം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. അതാണ് 78-ലെ 44-ാം ഭേദഗതി എന്ന് പറയുന്നത്. ഓക്കെ, 42 എന്ന് പറയുമ്പോൾ എന്തൊക്കെ അറിയാം അല്ലേ? 42 നമ്മുടെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്നറിയാം അല്ലേ. ആ സമയത്ത് ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നു. രാഷ്ട്രപതി ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. ഈ 42-ാം ഭേദഗതിക്ക് പ്രകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? 42 ശുപാർശ എപ്പോഴും ചോദിക്കുന്നത്. ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. സ്വരൺ സിംഗ് കമ്മിറ്റി 42-നെ ഓർത്തിരിക്കുമ്പോൾ സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് ശുപാർശ ചെയ്ത കമ്മിറ്റി. സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്ത ഏക ഭരണഘടന ഭേദഗതിയും ആര് തന്നെയാണ്? 42 അല്ലേ. അപ്പോഴാണ് പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം പരമാധികാര സ്ഥിതി സമത്വ മതേതരത്വ അല്ലേ, മതേതര ജനാധിപത്യ റിപ്പബ്ലിക്, സോവറീജിയൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാക്കി മാറ്റി. 42 കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 42 എന്ന് പറയുമ്പോൾ മിനി കോൺസ്റ്റിറ്റ്യൂഷനാണ് അല്ലേ. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ 42 ആണ്. പിന്നെ എന്താ? ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രി.
രാഷ്ട്രപതിയോ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. പിന്നെ സ്വരൺ സിംഗ് കമ്മിറ്റി പ്രകാരം ശുപാർശയാണ് 42 നടക്കുന്നത്. പിന്നെയുള്ളതോ ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ടു. അപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ അല്ലേ നമ്മുടെ ഇതിന് വന്നു സ്ഥിതി സമത്വ, മതേതരത്വ, ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് എങ്ങനെ പറയാം? സോവറീജിയൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നായിട്ട് മാറി. ഓക്കെ, അങ്ങനെ വ്യത്യാസങ്ങൾ എന്തുകൂടെ വന്നു? ഈ 42 വഴി കൊണ്ടുവന്നു. മെയിൻലി ഏതൊക്കെ കൂട്ടിച്ചേർത്ത വാക്കുകൾ? 42 കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏതൊക്കെയാണ്? ശ്രദ്ധിച്ചോളൂ, പറയാം. സ്ഥിതി സമത്വം, സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന വാക്ക്. പിന്നെ മതേതരത്വം, സെക്യുലർ എന്ന് പറഞ്ഞ വാക്ക്. അഖണ്ഡത, ഇൻറ്റഗ്രിറ്റി. ഈ 3 വാക്കുകളുമാണ് 42ാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ടത്. ഓക്കെ, അത്രയും പോരെ? അങ്ങനെയാണെങ്കിൽ അല്ലേ 42 ഉണ്ട്, 44 കഴിഞ്ഞു, 101 കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം കൂടി ഇല്ലേ? 101 ഇല്ലേ? 101 നമുക്ക് പ്രധാനപ്പെട്ടൊരു കാര്യം. 101 പറയുമ്പോൾ എന്താണ്? 101 ഓർക്കല്ലോ, GST ബില്ലേ? GST ബില്ലിൻ്റെ സംഭവമാണ് 101 ഓർക്കാമല്ലോ. GST ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ സംഭവമാണ് ഇവിടെ വരിക. 101ാം ഭേദഗതിയിൽ നമ്മുടെ ആ സമയത്ത് നരേന്ദ്രമോദിയായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് അല്ലേ? നരേന്ദ്രമോദിയായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. GST ഭരണം ഉൾപ്പെടുത്തിയ ഭേദഗതിയാണെന്ത്? 101 ഭേദഗതി എന്ന് പറയുക. GST ഓർക്കാം, 101 GST എന്ന് ഓർത്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് യൂണിയൻ കൺകറന്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. സ്റ്റേറ്റ് യൂണിയൻ, സ്റ്റേറ്റിൽ 66 വിഷയങ്ങളുണ്ട്, യൂണിയൻ 97 വിഷയങ്ങളുണ്ട്, കൺകറന്റ് ലിസ്റ്റിൽ 47 വിഷയമുണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റിൽ 66 വിഷയങ്ങൾ, യൂണിയൻ ലിസ്റ്റിൽ 97 വിഷയങ്ങൾ, കൺകറന്റ് ലിസ്റ്റിൽ 47 വിഷയങ്ങളും ഉണ്ട്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങളിൽ പെടാത്തത് ഇവയിലേതാണ്? മൗലിക അവകാശങ്ങളിൽ സമത്വത്തിനുള്ള അവകാശമുണ്ടല്ലോ, അതിൽ പെടാത്തത് ഏതാണ്? ഒന്നാമത്തതാണ് അല്ലേ? ഒന്നാമത്തതാണ് പെടാത്തത്. ഒന്ന് മാത്രം. മതഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാനുള്ള അവകാശം. പെടാത്തത് ഒന്ന് മാത്രം. ഓക്കെ, അപ്പോൾ മൗലിക അവകാശം എന്ന് പറയുമ്പോൾ, മൗലിക അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ ഏത് മുതൽ ഏത് വരെയാണ്? മൗലിക കർത്തവ്യങ്ങൾ നമ്മൾ നോക്കി, കടമകൾ നോക്കി അല്ലേ? ഈ മൗലിക അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും വരിക? എപ്പോഴും അറിയാം, മൗലിക അവകാശങ്ങൾ ആർട്ടിക്കിൾ എത്ര മുതൽ? 12 to 35 മൗലിക അവകാശങ്ങൾ എന്ന് പറയാം. ഇപ്പോൾ തന്നെ ഭരണഘടന മുഴുവൻ ചോദ്യങ്ങളും ആയിട്ടുണ്ട് അല്ലേ? ആ പോർഷൻസ് എല്ലാം ആയിട്ടുണ്ട്. 12 മുതൽ 35 വരെയാണെന്ത്? ഭരണഘടന ഇതിൽ മൗലിക അവകാശങ്ങൾ വരിക. 12 to 35 ആർട്ടിക്കിളാണ് മൗലിക അവകാശങ്ങൾ വരിക അല്ലേ? 12 to 35. ഭാഗം 3 അതും ചോദിക്കാം. ഭാഗം 3 മൗലിക അവകാശം. ഭാഗം 3 മൗലിക അവകാശം. കടമെടുത്തതോ അമേരിക്കൻ ഭരണഘടനയാണ്. കടമെടുത്തത് അമേരിക്കയിൽ നിന്നുമാണ്. മൗലികാവകാശ ശില്പി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇനി മൗലിക അവകാശം എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ഒന്ന് പറയാം ഞാൻ. ഒന്ന് സമത്വത്തിനുള്ള അവകാശം. അടുത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അടുത്തത് ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം. മറ്റൊന്ന് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അടുത്തത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. അടുത്തത് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. ഇത്രയുമാണ് മൗലിക അവകാശങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ സംഭവത്തിൽ വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 2023 ക്വസ്റ്റ്യനാണ്. അവിടെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് വരുന്ന കണ്ടില്ലേ? ഇന്ത്യൻ പൗരൻ്റെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറഞ്ഞ പ്രസ്താവനകൾ തെറ്റേതാണ്? ഇന്ത്യൻ പൗരൻ്റെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ തെറ്റേതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് അല്ലേ? മൗലിക അവകാശങ്ങൾ ന്യായവാദാർഹമല്ല എന്നുള്ളതാണ് അവിടുത്തെ ആൻസർ. തെറ്റായ പ്രസ്താവനയാണെന്ത്? മൗലിക അവകാശങ്ങൾ ന്യായവാദാർഹമല്ല എന്നുള്ള പ്രസ്താവന. ഓക്കെ, ഇവിടെ മൗലിക അവകാശങ്ങൾ എന്താണ് ശരിക്കും? മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ന്യായവാദാർഹമാണ് അല്ലേ? മൗലിക അവകാശങ്ങൾ ന്യായവാദാർഹമാണെന്നാണ് നമ്മുടെ ശരിയായ പ്രസ്താവന എന്ന് പറയുക. അതായത് മൗലിക അവകാശങ്ങൾ എന്താണ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ
മൗലിക അവകാശങ്ങൾ എന്താണ്? ന്യായീകരിക്കപ്പെടാവുന്നതാണ്, ജസ്റ്റിഫയബിൾ ആണ് അല്ലേ? ജസ്റ്റിഷ്യബിൾ എന്ന് പറയാം. മൗലിക അവകാശങ്ങൾ ന്യായീകരിക്കപ്പെടുന്നവയാണ്. മൗലിക അവകാശങ്ങൾ എപ്പോഴും ന്യായീകരിക്കപ്പെടുക, ജസ്റ്റിഫയബിളായ കാര്യം, ജസ്റ്റിഷ്യബിളായ കാര്യങ്ങളാണ് എപ്പോഴും ഇത് എന്ന് പറഞ്ഞാൽ മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? കോടതിയെ സമീപിക്കാനും മൗലിക അവകാശങ്ങൾ സംരക്ഷണാർത്ഥം സുപ്രീം കോടതിയിലോ ഹൈക്കോടതി നേരിട്ട് കേസ് ഫയൽ ചെയ്യാൻ നമുക്ക് സാധിക്കും. നമുക്ക് നമ്മുടെ മൗലിക അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കേസ് ഫയൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പറയുക. അതുകൊണ്ടാണിത് ന്യായവാദാർഹമാണ് എന്ന് പറയുന്നത്, ജസ്റ്റിഷ്യബിൾ ആണ് എന്ന് പറയുന്നത്. ഇനി മൗലികാവകാശത്തിൽ പ്രധാനപ്പെട്ട പോയിന്റ്സ് നമുക്ക് എന്ത് പറയും അല്ലേ? മൗലികാവകാശം കടം കൊണ്ടിരിക്കുന്ന ഇവിടെ നിന്നാണ്, അമേരിക്കയാണ് അല്ലേ? ഇനി അതിൻ്റെ നമ്മുടെ മൗലികാവകാശ സംരക്ഷകൻ ആരാണ്? സുപ്രീം കോടതിയാണ്. നമുക്ക് ഈ മൗലിക അവകാശങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുക? നമ്മുടെ മൗലികാവകാശ സംരക്ഷണം നമുക്ക് എന്ത് ചെയ്യാൻ? റിട്ട് കൊടുക്കാൻ പറ്റും അല്ലേ? അപ്പോൾ നമ്മൾക്ക് മൗലികാവകാശം സംരക്ഷിക്കാനുള്ള സാധനം അല്ല ഉപകരണമൊക്കെ എന്തെന്ന് പറയാം? റിട്ടുകളാണെന്ന് പറയാം. എന്ന് പറയുമ്പോൾ അതൊക്കെ ഹെബിയസ് കോർപ്പസ് മാൻഡസിൽ അങ്ങനെ കുറേ റിട്ടുകളൊക്കെ നമുക്കുണ്ട്. ആ റിട്ടുകൾ നമുക്ക് കൊടുക്കാൻ സാധിക്കുമെന്ന് പറയും. അപ്പോൾ മൗലികാവകാശം 12-35 പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? അപ്പോൾ ഇതാണ് മൗലിക അവകാശങ്ങൾ എന്താണ്? ന്യായവാദാർഹമാണ് എന്നാണ് നമ്മുടെ ഉത്തരം. ഓക്കെ. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ബി അല്ലേ? ആൻസറാണോ? ആൻസർ ഓപ്ഷൻ ബി ആണോ? അല്ല, 2005 വിവരാവകാശ നിയമം. എല്ലാവർക്കും അറിയാവുന്നൊരു ചോദ്യം, 2005. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ. ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട് അല്ലേ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട്? ചെയർമാനുണ്ട്, കൂടാതെ ചെയർമാൻ പ്ലസ് ആരും കൂടിയുണ്ട്, ചെയർമാനും പിന്നെ ആരും കൂടിയുണ്ട്? 4 സ്ഥിരാംഗങ്ങൾ അല്ലേ? ഇന്നലെ ഞാൻ പറഞ്ഞതാണ്, ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ചെയർമാനും 4 സ്ഥിരാംഗങ്ങളും അടങ്ങിയതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയാം. ഇത് സ്ഥാപിതമായത് എന്നാണ്? 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത്. 1993 സെപ്റ്റംബറാണ്, ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണത്തിൽ നിന്നുമായിരിക്കും കടമെടുത്തേക്കുന്നത്? ആൻസർ സോവിയറ്റ് യൂണിയൻ അല്ലേ? സോവിയറ്റ് യൂണിയനാണ് കടമെടുത്തേക്കുന്നത്. അപ്പോൾ അമേരിക്കയുടെ സംഭവം എന്തായിരുന്നു? മൗലിക അവകാശങ്ങളാണ് അമേരിക്ക കേട്ടോ. സോവിയറ്റ് യൂണിയൻ ആരാണ്? മൗലിക കടമകളാണ് സോവിയറ്റ് യൂണിയൻ. ഓക്കെ അല്ലേ? അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവാത്മാവെന്ന് വിശേഷിപ്പിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ ഏതാണ്? ഹൃദയവാത്മാവും. ആർട്ടിക്കിൾ 32 ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവാത്മാവ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 32 ആർട്ടിക്കിളിൻ്റെ പേര് അല്ലേ? 32 എന്ന് പറയുമ്പോൾ നമുക്ക് ആരെ ഓർക്കാൻ പറ്റും? 32 എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ ഒറ്റ പോയിന്റ് വേഗം നമുക്ക് എന്ത് പറയാൻ പറ്റും? 32 എന്ന് പറയുമ്പോഴേ റിട്ടിൻ്റെ കാര്യം പറഞ്ഞല്ലേ? സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് അല്ലേ? പറയുന്നത് എന്താണ്? 32. സുപ്രീം കോർട്ടിന് റിട്ടുകളെ പറ്റി പറയുന്നില്ല, പ്രതിപാദിക്കുന്ന ഇവിടെയാണ് 32. ഹൃദയാത്മാവൊക്കെ അവിടെ ഇരിക്കട്ടെ അല്ലേ? സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന ഏതിലാണ്? ആർട്ടിക്കിൾ 32 അല്ലേ? 32 പറഞ്ഞാൽ നമുക്ക് വാക്ക് എന്തൊക്കെ അറിയാം? അതായത് നമ്മുടെ മൗലിക അവകാശങ്ങളിൽ ലംഘനമുണ്ടായാൽ നമുക്ക് സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കാം. എങ്ങനെ സമീപിക്കാൻ പറ്റും? റിട്ട് കൊണ്ട് സമീപിക്കാൻ പറ്റും. മൗലിക അവകാശങ്ങൾ ലംഘനമുണ്ടായാൽ നമുക്ക് സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കാൻ പറ്റും. അവിടെ റിട്ടെന്ന സംഭവം അവിടെയാണ് പ്രസക്തമാവുക. 32 റിട്ടിന് കൊടുക്കാൻ പറ്റും. സുപ്രീം കോടതി അത് രണ്ടും കണക്ട് ചെയ്ത് വെച്ചേക്കാൻ നമുക്ക് ഓർക്കാൻ പറ്റും അല്ലേ? അപ്പോൾ മൗലിക അവകാശങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കാൻ അവകാശമുണ്ട് അല്ലേ? അങ്ങനെ ഈ ഹൃദയ ആത്മാവെന്ന് വിശേഷിപ്പിക്കുന്ന സംഭവം അങ്ങനെ പറഞ്ഞത് ആരായിരുന്നു? ഇത് പറഞ്ഞ ആരാണ്? നമ്മുടെ B.R. അംബേദ്കറാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഹൃദയ ആത്മാവ് 32 ആണെന്ന് വിശേഷിപ്പിച്ചേക്കുന്ന അദ്ദേഹമാണ്. ഓക്കെ.
അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതെല്ലാം? ആന, കാള, സിംഹം, കുതിര എന്നിവയാണ്. കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അല്ലേ, അതിൽ സമത്വമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, സ്വത്തവകാശമാണ് ഉൾപ്പെടാത്തത്. നമ്മളടുത്ത് മാറ്റിയിട്ടുകൊണ്ടാണ് സ്വത്തവകാശകത ഉൾപ്പെടാത്തത്. നെക്സ്റ്റ്, ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെന്നാണ്? 1947 ജൂലൈ 22-നാണ് ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. നെക്സ്റ്റ്, രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? അറിയാം എല്ലാവർക്കും, സംവാദ് കൗമുദിയാണ്. സംവാദ് കൗമുദിയാണ്. നെക്സ്റ്റ് ചോദ്യം ഒരെണ്ണം കൂടി നോക്കാം. 1907 ജർമ്മനിയിൽ സ്റ്റഡ്ഗട്ടിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ ഇന്ത്യ സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത ആരാണ്? ഇന്ത്യൻ വനിത ആരാണ്? മാഡം ഭിക്കാജി കാമയാണ്. ഓക്കെ. പ്രത്യക്ഷ നിഷേധ സഭ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? കുമാരഗുരുദേവൻ. ഓക്കെ. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ച സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധനാരാണ്? ദാദാഭായ് നവറോജിയാണ്. അതുപോലെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് കേട്ടോ. മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. നെക്സ്റ്റ് വരുന്നത് കേരള ഗാന്ധി ആരാണ്? കെ കള്ളപ്പനാണ്. വീണ്ടും നമുക്ക് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് വീണ്ടും നീങ്ങാം. അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യമാണിത്. ഭരണഘടനയുടെ 352 വകുപ്പ് പ്രയോഗിക്കുന്നത് എവിടെയാണ്? 352 വകുപ്പ് പ്രയോഗിക്കുന്നത് എവിടെയാണ്? ഉത്തരം എന്താണ്? ഉത്തരം എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനാണ് 352 വകുപ്പ് പ്രയോഗിക്കുന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനാണ് 352 വകുപ്പ് പ്രയോഗിക്കുക, അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിയന്തരാവസ്ഥ അല്ലെ അതിൻ്റെ ഭാഗം ഏതാണ്? 18-ാം ഭാഗത്തിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്, അല്ലേ? 18-ാം ഭാഗത്തിലാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അതായത് 352 മുതൽ 360 വരെ നമുക്ക് എന്തോ അടിയന്തരാവസ്ഥകളെക്കുറിച്ച് പറയുന്നുണ്ട്, അല്ലേ? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരമാണ് നമ്മൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരമാണ് നമ്മൾ അടിയന്തരാവസ്ഥ എന്ന പദം ഇന്ത്യ എടുത്തേക്കുന്നത്. അടിയന്തരാവസ്ഥ എന്ന പദം ആ ഒരു ആശയം ഇന്ത്യ കടമെടുത്തേക്കുന്നത് അങ്ങനെയാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരമാണ്. അപ്പോൾ ഈ നമുക്ക് എത്ര തരത്തിൽ അടിയന്തരാവസ്ഥകളുണ്ട്? എത്ര തരത്തിലുണ്ട്? 3 തരത്തിലല്ലേ ഉള്ളത്. ഏതൊക്കെയാണെന്ന്? ദേശീയ അടിയന്തരാവസ്ഥ, അല്ലേ? നാഷണൽ എമർജൻസി, സംസ്ഥാന അടിയന്തരാവസ്ഥ, സ്റ്റേറ്റ് എമർജൻസി, സാമ്പത്തിക അടിയന്തരാവസ്ഥ. ദേശീയം, സംസ്ഥാനം, സാമ്പത്തികം, അങ്ങനെ 3 എണ്ണമാണ് നമുക്ക് അടിയന്തരാവസ്ഥകൾ ഉള്ളത്, അല്ലേ? അപ്പോൾ ദേശീയ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുമ്പോഴാണ് നമുക്ക് എന്ത് പറയേണ്ടത്? ഈ 352 വകുപ്പുകൾ പറയുന്നത്. ദേശീയ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ 352 വകുപ്പുകൾ പറയുന്നത്. ദേശീയ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുമ്പോഴാണ് 352 വകുപ്പ് പറയില്ല. അങ്ങനെ 1-ാം ദേശീയ അടിയന്തരാവസ്ഥയുണ്ടല്ലേ, 2 ദേശീയ അടിയന്തരാവസ്ഥ, അങ്ങനെ 3 എണ്ണവുമുണ്ട്. 3 ദേശീയ അടിയന്തരാവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അടുത്തത് സംസ്ഥാന അടിയന്തരാവസ്ഥ എന്താണ്? ദേശീയ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് 352 ആണ്. അത് 3 എണ്ണം. 1-ാമത്തെ ഭാഗമുണ്ട്, 2 ഉണ്ട്, 3 ഭാഗമുണ്ട്. 3 പ്രാവശ്യം നടക്കുന്നുണ്ട് എന്ത്? ദേശീയ അടിയന്തരാവസ്ഥകൾ. അത് കഴിഞ്ഞു, 352 കഴിഞ്ഞു. അടുത്തത് നമുക്കെന്ത് പറയാം? സംസ്ഥാന അടിയന്തരാവസ്ഥയുണ്ട്, അല്ലേ? അപ്പോൾ അത് പറയുമ്പോഴെന്താണ്? അത് സമ്പാദിച്ചത് ഏതായിരിക്കണം വരിക? 356 വരില്ല. 356 സംസ്ഥാന അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്നത്. 356 സംസ്ഥാന അടിയന്തര. ആ സമയത്ത് പ്രസിഡന്റ് ഭരണം ഏറ്റെടുക്കാൻ പറ്റും, അല്ലേ? അങ്ങനെയാണ് അതിൻ്റെ രീതി. അടുത്ത അടിയന്തരാവസ്ഥ ഏതാണ്? സംസ്ഥാന അടിയന്തരാവസ്ഥ കഴിഞ്ഞ അടുത്ത അടിയന്തരാവസ്ഥയാണ് ഇപ്പോൾ പറഞ്ഞല്ലേ, സാമ്പത്തിക അടിയന്തരാവസ്ഥ. സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ് 3-ാമത്തേത്. സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ് 3-ാമതായിട്ട് നമുക്ക് വരിക. സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ് നമുക്ക് 3-ാമത്തെ ഭാഗമായിട്ട് വരിക. അപ്പോൾ ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ, ആ സമയത്ത് എന്താണ്? പ്രസിഡൻ്റാണ് ഭരണം ഏറ്റെടുക്കുക. സംസ്ഥാന അടിയന്തരാവസ്ഥ സമയത്ത് പ്രസിഡന്റ് ഭരണം ഏറ്റെടുക്കുന്നു. സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്ന് പറയുമ്പോൾ ഏതാണെങ്കിലും ചോദ്യം വരിക 360 വരിക. ഓക്കെ, 360 വരിക. 352 ദേശീയ അടിയന്തരാവസ്ഥ. ഓക്കെ, കഴിഞ്ഞു. അത് 3 എണ്ണമുണ്ട്, അത് കഴിഞ്ഞു. ദെൻ സംസ്ഥാന അടിയന്തരാവസ്ഥ 386, അല്ലേ? അവിടെ പ്രസിഡന്റ് ഭരണം ഏറ്റെടുക്കുന്നു. നെക്സ്റ്റ് 360 സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ്, അല്ലേ? ഈ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ അധികാരമുള്ളത് ആർക്ക് മാത്രമേ ഉള്ളൂ? സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ അധികാരമുള്ളത് ആർക്ക് മാത്രമേ ഉള്ളൂ? പ്രസിഡന്റിന് മാത്രമേ ഉള്ളൂ, അല്ലേ? എപ്പോൾ പ്രഖ്യാപിക്കുക അവർക്ക്? ഒന്നുകിൽ സാമ്പത്തിക സ്ഥിരതയില്ലായ്മ വരുമ്പോൾ പ്രഖ്യാപിക്കാൻ പറ്റും. മറ്റൊന്ന് പൊതുക്കടം വർദ്ധിക്കുമ്പോൾ
പൊതുകടം വർദ്ധിപ്പിക്കാൻ നമുക്ക് ഈ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം അല്ലേ. അപ്പോൾ ഇതിൻ്റെ പ്രമേയം പാസ്സാക്കുന്ന എപ്പോഴും ഒരു കേവല ഭൂരിപക്ഷ സമ്പ്രദായം അനുസരിച്ചിട്ടാണ് എപ്പോഴും ഇതിൻ്റെ പ്രമേയമൊക്കെ പാസ്സാക്കുക. പക്ഷെ ഇപ്പോൾ നമുക്കൊരിക്കലും ഇങ്ങനെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല, സാമ്പത്തികം പ്രഖ്യാപിച്ചിട്ടേ ഇല്ല. ഓക്കെ, അതും പോയിൻ്റാണ്. അടുത്ത ചോദ്യം, സമാധാനപരമായി ആയുധമില്ലാതെ സംഘടിക്കുവാനുള്ള അവകാശമാണ് ഏത്? സമാധാനപരമായി ആയുധമില്ലാതെ സംഘടിക്കുവാനുള്ള അവകാശം ഏതാണ്? ആൻസർ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. ഓക്കെ, ചോദ്യം ഒന്നുകൂടി. പിന്നോക്ക വിഭാഗ പട്ടിക തയ്യാറാക്കാൻ അതത് സംസ്ഥാനങ്ങൾക്കുള്ള അധികാരം തിരിച്ചു നൽകുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? ആൻസർ ഏതാണ്? ആൻസർ 127 ഭരണഘടനാ ഭേദഗതിയാണ്. 127 ഭരണഘടനാ ഭേദഗതിയാണത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്നവയാണ് ഏത്? സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്നവയാണ് ഏത്? ആൻസർ പൊതുജനാരോഗ്യം. പൊതുജനാരോഗ്യമാണ് സ്റ്റേറ്റിൽ ഉൾപ്പെടുന്ന കാര്യം. ഓക്കെ, അപ്പോൾ അത്രയും കൊണ്ട് നിർത്തുകയാണ്. ബാക്കി ക്ലാസ്സുകൾ അടുത്ത ദിവസം വീണ്ടും ഇടുന്നതായിരിക്കും. ഓക്കെ, ഒരു 3 വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാൻ ശ്രമിക്കണം. താങ്ക് യു.